ഹായ് എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഷവായി ചിക്കനാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ ചിക്കൻ വലിയ പീസാക്കി ഫോർക്ക് കൊണ്ട് കുത്തുന്നുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണക്കമുളക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജാറിലേക്ക് കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, മല്ലിയില, പുതിന, പിന്നെ നമ്മുടെ ഈ ഉണക്കമുളക് വെള്ളത്തോടു കൂടി ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി അരച്ച് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചിക്കനിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇതിൽ. അപ്പോൾ ഇത് ചിക്കനിലേക്ക് നല്ലോണം പുരട്ടിയ ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം നമ്മൾ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ കുക്കർ ചൂടാക്കിയ കുക്കറിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മുടെ ഈ മസാലയും ചിക്കനും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിക്കണം കേട്ടോ. 2 വിസിൽ അടിച്ചിട്ട് അതിൻ്റെ വിസിലൊക്കെ കളഞ്ഞ ശേഷം നമ്മൾ പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ചിക്കൻ മാത്രം എടുത്തിട്ട് നമ്മൾ തിരിച്ചു മറിച്ച് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്തത് കുക്കറിലുള്ള ഗ്രേവി നമ്മളത് അവിടെ തന്നെ ഇരുന്ന് വറ്റിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വറ്റിയ ഗ്രേവി നമ്മൾ ഈ ചിക്കനിലേക്ക് വീണ്ടും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഗ്രേവി മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷവായി ചിക്കൻ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ഇന്ന് ലഞ്ചിന് ഇതായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ തക്കാളി ചട്നിയും മയോണൈസും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, സാലഡും ഉണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇന്ന് എന്തായിരുന്നു ലഞ്ചെന്ന് എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മളെപ്പോഴും ഹോട്ടലിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കുട്ടികൾക്ക് കൊടുത്തു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.